സന്തോഷത്തിന്റെ പൂക്കളം തീർത്ത് കോഴിക്കോട് മുതിർന്ന പൗരന്മാരുടെ ഒത്തുചേരൽ. പാട്ടുപാടിയും നൃത്തം ചെയ്തും ഓണാഘോഷം കളറാക്കുകയായിരുന്നു അവർ. കോഴിക്കോട് കോർപ്പറേഷനിലെ 72-ാം വാർഡിലെ പ്രായം ചെന്നവർ ഒത്തുചേർന്നപ്പോൾ അതിർവരമ്പുകളില്ലാത്ത ആഘോഷമായി അവർക്കത് മാറി. വീടിനുള്ളിൽ ഒതുങ്ങിയ ഓണം കുറച്ചുകൂടി വിശാലമായ ഇടത്തേക്ക് പറിച്ചുനട്ടതിന്റെ സന്തോഷത്തിലായിരുന്നു അവർ. പാട്ടും നൃത്തവും പൂക്കളവുമെല്ലാമായി ആഘോഷത്തിന്റെ ഒരു പകൽ. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പാണ് ഹൃദയസംഗമം ഉദ്ഘാടനം ചെയ്തത്. 60 വയസ്സ് പ്രായം കഴിഞ്ഞ ആളുകൾക്കായാണ് വാർഡ് സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചത്. ഈ വയോജനങ്ങളിൽ നിന്ന് മുതിർന്ന പൗരന്മാർ നമ്മൾ യുവാക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയയാണ് വേണ്ടത്. ഇവർക്ക് നിൽക്കുന്ന ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് തുടർന്നു പോകണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. സന്തോഷത്തിന്റെ ഒത്തുചേരൽ കൂടിയായി മാറുകയായിരുന്നു സ്നേഹസംഗമം. പ്രായപ്പെട്ടവർക്ക് ഒരു സന്തോഷമായി കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുട്ടികളടുത്ത് ഇങ്ങനെ കളിക്കുന്നു, അതിലേറെ സന്തോഷമായി. ഇങ്ങനെ ഒത്തുചേരുമ്പോൾ ഏറ്റവും കിട്ടിയ സന്തോഷം. ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അവൻ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. എല്ലാം മറന്ന് അവരതിൽ അലിഞ്ഞു ചേർന്നു. ഓണാഘോഷം അല്ല, വയനാട് ദുരന്തം ആയതുകൊണ്ട് ഞങ്ങളൊരു ഹൃദയസംഗമമാണ് കാണുന്നത്. പക്ഷേ ഞങ്ങൾ ഈ വാർഡിലുള്ള എല്ലാവരെയും ഒന്നിച്ച് കാണാനും സ്നേഹം പങ്കിടാനും ഒരു അവസരമായി തീർന്നത് അത് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. നമ്മളെ വാർഡിൽ ഒരുപാട് കഴിവുള്ള മുതിർന്ന പൗരന്മാരുമുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനവും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളും ചെയ്യുന്നതാണ്. വയോജനങ്ങളെ ചേർത്തുവെച്ചുകൊണ്ട് നിരവധി പരിപാടികളാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ സഹകരണത്തോടെ നടന്നുവരുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.